ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ പാദസരത്തിൻ്റെ സീനുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി പാദസരം നോക്കുമ്പോൾ കാണുന്നില്ല. പകരം നമ്മുടെ അശ്വിൻ്റെ കയ്യിലാണ് ആ പാദസരം കിട്ടുന്നത്. അശ്വിൻ ആ പാദസരത്തെ നോക്കിയിട്ട് മനസ്സിലാക്കുകയാണ് ഇത് ശ്രുതിയുടെ തന്നെ ആവാനേ വഴിയുള്ളൂ എന്ന് മനസ്സിലാക്കുക കേട്ടോ. അങ്ങനെ തൻ്റെ ആ പാദസരം കൈകളിൽ ഭദ്രമായിട്ട് സൂക്ഷിക്കുകയാണ് അശ്വിൻ. പിന്നീട് നമ്മുടെ ശ്രുതിനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ അഞ്ജലി വീട്ടിലൊക്കെ പോകുന്നുണ്ട്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ശ്യാം അവിടെ ഉണ്ട് കേട്ടോ. ആ കള്ളം ജനലിൽ ഇങ്ങനെ അടക്കണ സമയത്തോ തുറക്കണ സമയത്തോ എന്താണ് അഞ്ജലിനെയും മനോരമേനെയും കാണുന്നത്. മനോരമക്കാർക്ക് ഒട്ടും താല്പര്യമില്ല പോകാനായിട്ട്. മനോരമനെയും വിളിച്ചുകൊണ്ട് പോകുവാണ് നമ്മുടെ അഞ്ജലി. അതിനുശേഷം എന്നുണ്ടെങ്കിൽ ഈ ശ്യാം ഇവരെ കാണുമ്പോഴേക്കും എന്തൊക്കെയോ മുട്ടുനട്ടുന്ന ആയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ അടിച്ച് എസ്കേപ്പ് അടിക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ശ്രുതി വാതിൽ തുറക്കുമ്പോഴാണ് നമ്മുടെ അഞ്ജലിനെയും മനോരമേനെയും കാണുന്നത്. മനോരമ ഒരുപാട് പുച്ഛിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും അഞ്ജലി ഉള്ളത് കൊണ്ട് തന്നെ മര്യാദക്കൊക്കെ അവിടെ പിടിച്ച് നിൽക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അഞ്ജലി പറയുന്നുണ്ട്, ഞാൻ ശ്രുതിക്ക് ഒരു പ്രപ്പോസലായിട്ടാണ് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രപ്പോസലോ എന്ത് പ്രപ്പോസൽ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഭാഗം കാണിക്കേണ്ടത്. അതൊരു സസ്പെൻസാണ് കേട്ടോ. അതിനുശേഷം എന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് അഞ്ജലി അവിടെ നിന്ന് പോകുന്നത്. ശ്രുതിയും അതുപോലെ തന്നെ നമ്മുടെ പ്രീതിയും അമ്മായിയൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അത്രയും വലിയ ആൾക്കാർ ശ്രുതിനെയും പ്രീതിനെയൊക്കെ അന്വേഷിച്ച് അവിടെ വന്നല്ലോ എന്ന് ആലോചിച്ചിട്ട്. അതിനുശേഷം രാത്രിയിൽ അതിഗംഭീര സീനുണ്ട്. രാത്രി നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ പോയിട്ട് ജിലേബി ഉണ്ടായിക്കൊണ്ടിരിക്കുമായിരിക്കും കേട്ടോ. ആ സമയത്ത് കറണ്ട് പോവോ എന്തൊക്കെയൊരു ഇതുണ്ട്. അശ്വിനാണെങ്കിൽ ആളെ മനസ്സിലാവില്ല. തൻ്റെ ചേച്ചിയോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കും, വീട്ടിലാരെങ്കിലുമൊക്കെ തന്നെ ആയിരിക്കും എന്ന് വെച്ചിട്ടാണ് അശ്വിൻ ജസ്റ്റ് ഒന്ന് ശ്രുതിനെ ഇങ്ങനെ ടച്ച് ചെയ്യുമായിട്ടോ, മേത്ത് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ആ സമയത്താണ് പെട്ടെന്ന് കരണ്ട് വരുന്നത്. ശ്രുതി അങ്ങ് മിണ്ടാതിരിക്കുവാട്ടോ. അയ്യോ, പേടിച്ചിട്ട് പോലും മിണ്ടാതിരിക്കുവാണ്. പെട്ടെന്ന് കരണ്ട് വന്നിട്ട് ശ്രുതി തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും അശ്വിനാണ് കേട്ടോ. അശ്വിൻ നോക്കുമ്പോഴേക്കും ശ്രുതിയാണ്. അങ്ങനെ അശ്വിൻ അയ്യടാന്നായി പോകുവാണ്. ശ്രുതിക്കാണെങ്കിൽ ദേഷ്യവും വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല. അയാളുടെ വീടുമായിപ്പോയല്ലോ എന്ന രീതിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചത്. എന്തായാലും അടിപൊളി ഭാഗങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത്. ഇനി അവരുടെ റൊമാൻറ്റിക് ഭാഗങ്ങളാണ് കേട്ടോ കൂടുതലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ. ബൈ.